ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാമോ? ഒരിക്കൽ സരസ്വതി നദിയുടെ തീരത്ത് മഹർഷിമാരെല്ലാവരും ഒത്തുചേർന്ന് ഒരു യാഗം നടത്തി. ആ യാഗത്തിനിടയിൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നൊരു തർക്കമുയർന്നു വന്നു. മഹർഷിമാർ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ശിവനാണെന്നും ഒരു കൂട്ടർ ബ്രഹ്മാവാണെന്നും ഒരു കൂട്ടർ മഹാവിഷ്ണുവാണെന്നും പറഞ്ഞു. ഓരോ മഹർഷിമാർക്കും വ്യത്യസ്ത അഭിപ്രായമായതുകൊണ്ട് ഇത് പരിശോധിച്ചറിയുവാൻ വേണ്ടി ഭൃഗു മഹർഷിയെ തിരഞ്ഞെടുത്തു. ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മദേവന്റെ അടുത്തെത്തുകയും അവിടെ അനേകം മുനിമാരുടെ മധ്യത്തിൽ ഉപമിഷ്ടനായിരുന്ന ബ്രഹ്മദേവന്റെ മുമ്പിലുള്ള ഒരു പീഠത്തിൽ അനുവാദം കൂടാതെ കയറിയിരിക്കുകയും ചെയ്തു. എന്നാൽ അനുവാദം കൂടാതെ ഇപ്രകാരം ചെയ്തത് ബ്രഹ്മദേവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയ ഭൃഗു മഹർഷി കൂടുതലൊന്നും ഉരിയാടാതെ അവിടെ നിന്നും നേരെ കൈലാസത്തിലേക്ക് യാത്രയായി. കൈലാസത്തിലെത്തിയ ഭൃഗു മഹർഷിയെ കണ്ട ഉടനെ മഹാദേവൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതിനായി അടുത്തേക്ക് വന്നു. തന്നെ തൊടരുത് എന്ന് പറഞ്ഞ് ഒരു അനിഷ്ടത്തോടു കൂടി ഭൃഗു മഹർഷി മഹാദേവന്റെ അടുത്തു നിന്നും മാറി നിന്നു. മഹർഷിയുടെ വാക്കുകൾ കേട്ട മഹാദേവന് അനിയന്ത്രിതമായ കോപമുണ്ടാവുകയും മഹർഷിക്കു നേരെ പ്രയോഗിക്കാൻ തന്റെ ത്രിശൂലം കയ്യിൽ എടുക്കുകയും ചെയ്തു. എന്നാൽ പാർവതി ദേവി ഓടി വന്ന് മഹാദേവനെ തടയുകയും ഭൃഗു മഹർഷിയെ രക്ഷിക്കുകയും ചെയ്തു. അവിടെ നിന്നും ഭൃഗു മഹർഷി നേരെ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. എന്നാൽ ഈ സമയത്ത് യോഗനിദ്രയിലായിരുന്ന വിഷ്ണു ഭഗവാൻ ഭൃഗു മഹർഷി വന്നത് അറിഞ്ഞില്ല. ലോകസ്ഥിതി പരിപാലിക്കേണ്ട മഹാവിഷ്ണു ഉറങ്ങിക്കിടക്കുന്നത് കണ്ട ഭൃഗു മഹർഷി മഹാവിഷ്ണുവിന്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി. ഞെട്ടി ഉണർന്നുകൊണ്ട് ഭഗവാൻ നിദ്രയിലായതുകൊണ്ട് ഭൃഗു മഹർഷി വന്നത് അറിയാതെ പോയതിൽ മഹർഷിയോട് ക്ഷമ ചോദിക്കുകയും തന്നെ ചവിട്ടിയപ്പോൾ പാദത്തിന് എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിന്റെ ഈ പെരുമാറ്റത്തിൽ അത്ഭുതം തോന്നിയ ഭൃഗു മഹർഷി തന്റെ ആഗമനോദ്ദേശം മഹാവിഷ്ണുവിനെ അറിയിക്കുകയും തന്റെ പ്രവൃത്തിയിൽ ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഒരു പരിഭവവും കൂടാതെ വിഷ്ണു ഭഗവാൻ മഹർഷിയെ യാത്രയാക്കുകയും മഹർഷിയെ അനാദരിച്ചതിന്റെ പ്രായച്ചിത്തമായി മഹർഷിയുടെ പാദമുണ്ടായ അടയാളം ശ്രീവത്സം എന്ന പേരിൽ തന്റെ നെഞ്ചിൽ സദാ പതിഞ്ഞു കിടക്കണം എന്ന് മഹാവിഷ്ണു തീരുമാനിക്കുകയും ചെയ്തു. ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാൻ തന്നെ ശ്രേഷ്ഠൻ എന്ന ഉത്തരവുമായി ഭൃഗു മഹർഷി യാഗഭൂമിയിൽ തിരിച്ചെത്തി. അതിന്റെ തെളിവിനായി മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന ശ്രീവത്സം അടയാളമായി കാണിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു തന്നെയാണ് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ എന്ന് മറ്റു മഹർഷിമാരും അംഗീകരിച്ചു.